അമേരിക്കൻ നോവലിസ്റ്റായ ഡാൻ ബ്രൗണിന്റെ വിശ്വവിഖ്യാതമായ ഡാവിഞ്ചി കോഡ് എന്ന നോവൽ. വസ്തുത: സിയോനിലെ പ്രയറി യഥാർത്ഥ സംഘടനയാണ്. 1099 സ്ഥാപിക്കപ്പെട്ട ഒരു യൂറോപ്യൻ രഹസ്യ സമൂഹം. രഹസ്യരേഖകൾ എന്നറിയപ്പെട്ട തുകൽ ചുരുളുകൾ 1975 പാരീസിലെ നാഷണൽ ലൈബ്രറി കണ്ടെത്തിയപ്പോൾ സിയോനിലെ പ്രയറിയുടെ നിരവധി അംഗങ്ങളെ സർ ഐസക് ന്യൂട്ടൺ, സാന്ദ്രോ ബോട്ടിച്ചെല്ലി, വിക്ടർ യൂഗോ, ലിയനാർഡോ ഡാവിഞ്ചി എന്നിവരുൾപ്പെടെ തിരിച്ചറിയാനായി. ഓപ്പുസ് ദേയി അഥവാ ദൈവപ്രവൃത്തി എന്ന വത്തിക്കാൻ പ്രിലേച്ചർ തീവ്ര വിശ്വാസമുള്ള ഒരു കത്തോലിക്ക വിഭാഗമാണ്. മസ്തിഷ്ക പ്രക്ഷാളനം, ബലപ്രയോഗം, ശരീരപീഡനം തുടങ്ങിയവ സംബന്ധിച്ച റിപ്പോർട്ടുകളിലൂടെ ഇവർ അടുത്ത കാലത്ത് വിവാദ വിഷയമായിരുന്നു. ന്യൂയോർക്ക് നഗരത്തിൽ 243 ലെക്സിംഗ്ടൺ അവന്യൂവിൽ $47 മില്യൺ മുടക്കി ഓപ്പുസ് ദേയി അതിന്റെ ദേശീയ ആസ്ഥാനം അടുത്തിടെയാണ് പണിതത്. കലാസൃഷ്ടികൾ, വാസ്തുവിദ്യ, രേഖകൾ, രഹസ്യാചാരങ്ങൾ എന്നിവ സംബന്ധിച്ച് ഈ നോവലിലുള്ള എല്ലാ വിവരണങ്ങളും കൃത്യമാണ്. മുഖവുര. ലൂവ്ർ മ്യൂസിയം, പാരീസ്, രാത്രി 10:46. മ്യൂസിയത്തിലെ ഗ്രാൻഡ് ഗാലറിയുടെ വളച്ചുവാതിലിലൂടെ പ്രശസ്ത ക്യൂറേറ്റർ ജാക്ക് സോനിയർ ഉഴർനീങ്ങി. തന്റെ ഏറ്റവും അടുത്തുള്ള ചിത്രത്തിന്മേലേക്ക് അയാൾ ആഞ്ഞു. അതൊരു കരവാജിയോ ചിത്രമായിരുന്നു. ആ മാസ്റ്റർ പീസ് ഭിത്തിയിൽ നിന്ന് അടരും വരെ ആ 76-കാരൻ സ്വർണം പൂശിയ ഫ്രെയിമിൽ പിടിച്ച് അത് തന്നിലേക്ക് അടുപ്പിച്ചു. സോനിയർ മലർന്നുലഞ്ഞു വീണു. ക്യാൻവാസ് അയാൾക്ക് മുകളിലും. അയാൾ കരുതിയതുപോലെ തന്നെ സ്വീറ്റിലേക്കുള്ള പ്രവേശനം തടഞ്ഞുകൊണ്ട് സമീപത്തെ വലിയ ഇരുമ്പ് വാതിലടഞ്ഞു. മരപ്പലകയിൽ തീർത്ത തറ കുലുങ്ങി. ദൂരെ ഒരു അലാറാം മുഴങ്ങിത്തുടങ്ങി. ശ്വാസം ആഞ്ഞും വലിച്ചും എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചും ക്യൂറേറ്റർ ഒരു നിമിഷം കിടന്നു. എനിക്കിപ്പോഴും ജീവനുണ്ട്. ക്യാൻവാസിനടിയിൽ നിന്ന് ഇഴഞ്ഞിറങ്ങിയ അയാളെ നിലവിറയിൽ ഒളിക്കാനൊരിടം നോക്കി. അപ്പോൾ തൊട്ടടുത്തൊരു ശബ്ദമുയർന്നു. അനങ്ങരുത്. അടിമുടി വിറച്ച ക്യൂറേറ്റർ തല മെല്ലെ തിരിച്ചു. വെറും 15 അടി അകലെ അടഞ്ഞ ഗേറ്റിനു പുറത്ത് അക്രമിയുടെ ഭീമാകാരമായ നിഴൽ രൂപം ഇരുമ്പഴികൾക്കിടയിലൂടെ നോക്കുന്നു. വിളറിയ തൊലി, വെളുപ്പുള്ള നേർത്ത മുടി, കടും ചുവപ്പുള്ള കൃഷ്ണമണി, ഇളം ചുവപ്പുള്ള മിഴിപ്പടലങ്ങൾ എല്ലാം ചേർന്നൊരു കൂറ്റൻ. കോട്ടിനുള്ളിൽ നിന്ന് തോക്ക് വലിച്ചെടുത്ത് ആ വെളുമ്പൻ അടികൾക്കിടയിലൂടെ ക്യൂറേറ്റർക്ക് നേരെ ഉന്നം പിടിച്ചു. നിങ്ങൾ ഓടരുതായിരുന്നു. അയാളുടെ സംസാര രീതി അവ്യക്തമായിരുന്നു. അതെവിടെയെന്ന് ഇനി പറ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എതിരിടാൻ ത്രാണിയില്ലാതെ ഗാലറിയുടെ തറയിൽ കിടന്ന് ക്യൂറേറ്റർ വിക്കി വിക്കി പറഞ്ഞു. നിങ്ങൾ കള്ളം പറയുകയാണ്. അയാൾ ക്യൂറേറ്ററെ തുറച്ചു നോക്കി. പ്രേതതുല്യമായ കണ്ണുകളിലെ തിളക്കമൊഴിച്ചാൽ അയാൾ നിശ്ചലനായിരുന്നു. നിങ്ങളുടേതല്ലാത്ത ഒരു സംഗതി നിങ്ങളും നിങ്ങളുടെ സംഘവും കൈവശം വയ്ക്കുന്നു. ക്യൂറേറ്ററുടെ ഉള്ളു കിടുങ്ങി. ഇയാൾക്കിതെങ്ങനെ അറിയാം? ഇന്ന് രാത്രിയിൽ യഥാർത്ഥ സംരക്ഷകർ പുനഃസ്ഥാപിക്കപ്പെടും. അതെവിടെ ഒളിച്ചു വെച്ചിരിക്കുന്നുവെന്ന് എന്നോട് പറഞ്ഞാൽ ജീവൻ രക്ഷിക്കാം. അയാൾ തോക്ക് ക്യൂറേറ്ററുടെ തലയ്ക്കു നേരെ ചൂണ്ടി. മരിക്കാൻ പോലും നിങ്ങൾ തയ്യാറാകാൻ തക്ക രഹസ്യമാണോ അത്? സോനിയറിന് ശ്വാസമെടുക്കാനായില്ല. തോക്കിൻ കുഴലിന്റെ കൃത്യത ഉറപ്പാക്കി അക്രമി തലയൊന്നു ചെരിച്ചു. സോനിയർ കൈകൾ ഉയർത്തി തടഞ്ഞു. നിൽക്ക്, അയാൾ മെല്ലെ പറഞ്ഞു. നിങ്ങൾക്കറിയേണ്ടത് ഞാൻ പറയാം. തുടർന്നുള്ള വാക്കുകൾ ക്യൂറേറ്റർ വളരെ സൂക്ഷിച്ചാണ് പറഞ്ഞത്. ആ കളവ് പറയാൻ പലതവണ പരിശീലിച്ചതായിരുന്നു. പറയേണ്ടി വരരുതേ എന്ന് ഓരോ തവണയും പ്രാർത്ഥിച്ചു. ക്യൂറേറ്റർ പറഞ്ഞു നിർത്തിയപ്പോൾ അക്രമി തൃപ്തിയോടെ ചിരിച്ചു. അതെ, ഇത് തന്നെയാണ് മറ്റുള്ളവരും എന്നോട് പറഞ്ഞത്. സോനിയർ ഒന്ന് പിന്നോട്ടാഞ്ഞു. മറ്റുള്ളവർ? ഞാൻ അവരെയും കണ്ടെത്തി. ആ ഭീമാകാരൻ അപഹസിച്ചു. 3 പേരെയും. താങ്കൾ ഇപ്പോൾ പറഞ്ഞത് അവർ സ്ഥിരീകരിച്ചു. അത് സാധ്യമല്ല. ക്യൂറേറ്ററുടെയും അദ്ദേഹത്തിന്റെ 3 സെനഷോകളുടെയും യഥാർത്ഥ സ്വത്തും ഏകദേശം അവർ സംരക്ഷിച്ച പുരാതന രഹസ്യത്തോളം തന്നെ പരിശുദ്ധമായിരുന്നു. കൃത്യമായ നടപടിക്രമം പാലിച്ചെന്നോണം തന്റെ സെനഷോകളും തങ്ങളുടെ മരണത്തിനു മുമ്പ് അതേ കളവാണ് പറഞ്ഞതെന്ന് സോനിയറിന് മനസ്സിലായി. അത് പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമായിരുന്നു. അക്രമി വീണ്ടും തോക്കുന്നം പിടിച്ചു. നിങ്ങളുടെ കഥ കഴിഞ്ഞാൽ പിന്നെ സത്യമറിയുന്ന ഒരേ ഒരാൾ ഞാൻ മാത്രമായിരിക്കും.
സത്യം. സ്ഥിതി എത്ര ഭീകരമാണെന്ന് പൊടുന്നനെ ക്യൂറേറ്റർക്ക് ബോധ്യമായി. ഞാൻ മരിച്ചാൽ സത്യം എന്നേക്കുമായി നഷ്ടപ്പെടും. ഉൾപ്രേരണയാൽ അയാൾ ഒടിക്കാൻ ഇടം തേടി. തോക്ക് ഗർജിച്ചു. വെടിയുണ്ട ക്യൂറേറ്ററുടെ വയറിലേക്ക് തുളച്ചു കയറി. പൊള്ളുന്ന ചൂട് അയാൾ അറിഞ്ഞു. വേദനയിൽ പുളഞ്ഞ് അയാൾ കമിഴ്ന്നു വീണു. സൊനിയർ സാവധാനം ഉരുണ്ടു മലർന്നു അക്രമിയെ അഴികൾക്കിടയിലൂടെ നോക്കി. അയാളപ്പോൾ സൊനിയറിന്റെ തലയ്ക്ക് നേരെ ഉന്നം പിടിക്കുകയായിരുന്നു. സൊനിയർ കണ്ണുകൾ അടച്ചു. ചിന്തകൾ ഭയവിഹുലതകളുടെ ചുഴലിക്കാറ്റായി. തിരയില്ലാതെ വെടിയുതിർത്തപ്പോഴുണ്ടായ ശബ്ദം ഇടനാഴിയിൽ പ്രതിധ്വനിച്ചു. ക്യൂറേറ്റർ കണ്ണുകൾ പെട്ടെന്ന് തുറന്നു. അക്രമി സാമാന്യം രസിച്ച് തന്റെ ആയുധത്തിൽ ഒന്ന് നോക്കി. ഒന്നുകൂടി തിരനിറയ്ക്കാൻ തുനിഞ്ഞ് സൊനിയറിന്റെ വയറ്റിലേക്ക് നോക്കി അയാൾ ഇളിച്ചു. അപ്പോഴൊരു വീണ്ടു വിചാരം. എന്റെ ഇവിടുത്തെ ജോലി കഴിഞ്ഞു. വെളുത്ത ലിനൻ ഷർട്ടിലെ വെടിയുണ്ട തുളയിലേക്ക് ക്യൂറേറ്റർ നോക്കി. അതിനു ചുറ്റും ചോര കൊണ്ടൊരു ചെറിയ വൃത്തം രൂപപ്പെടുന്നു. നെഞ്ചലിന് ഏതാനും ഇഞ്ചുകൾ താഴെ എന്റെ വയറ്. ക്രൂരമെന്ന് പറയാം. വെടിയുണ്ട അയാളുടെ നെഞ്ചിൽ കൊള്ളാതെ പോയി. അൾജീരിയൻ യുദ്ധകാലത്ത് ഇത്തരം ബീഭത്സ മരണങ്ങൾക്ക് ക്യൂറേറ്റർ സാക്ഷിയായിട്ടുള്ളതാണ്. വയറ്റിലെ അമ്ലങ്ങൾ നെഞ്ചറകളിലേക്ക് കയറി മെല്ലെ ഉള്ളിൽ നിന്നു തന്നെ വിഷമേറ്റു തുടങ്ങിയിരിക്കുന്നു. 15 മിനിറ്റ് കൂടി അയാൾ ജീവിക്കും. വേദന നല്ലതാണ് മിസ്റ്റർ, അക്രമി പറഞ്ഞു. അയാൾ പിന്നെ അവിടെ നിന്നില്ല. തനിച്ചായ ജാക്ക് സൊനിയർ വീണ്ടും ഇരുമ്പ് ഗേറ്റിലേക്ക് തന്റെ ദൃഷ്ടി തിരിച്ചു. അയാൾ കെണിയിലകപ്പെട്ടിരിക്കുന്നു. കുറഞ്ഞത് 20 മിനിറ്റ് നേരത്തേക്കെങ്കിലും കതക് തുറക്കാനാവില്ല. ആരെങ്കിലും എത്തുമ്പോഴേക്കും അയാൾ മരിച്ചിരിക്കും. എന്നിട്ടും മരണഭീതിയേക്കാൾ വലിയ ഭയമാണ് ഇപ്പോൾ അയാളെ പിടികൂടിയിരിക്കുന്നത്. ഞാൻ ആ രഹസ്യം കൈമാറണം. വേച്ച് എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ കൊല്ലപ്പെട്ട 3 സംഘാംഗങ്ങളെ അയാൾ മനസ്സിൽ കണ്ടു. തങ്ങൾക്ക് മുമ്പേ വന്ന തലമുറകളെയും അവരെല്ലാം ഭരമേറ്റിരുന്ന ദൗത്യവും അയാൾ ഓർത്തു. അറിവിന്റെ കണ്ണിമുറിയാത്ത ശൃംഖല. പെട്ടെന്ന് ഇപ്പോൾ എല്ലാ മുൻകരുതലുകളും ഉണ്ടായിരുന്നിട്ടും അവശേഷിക്കുന്ന കണ്ണി ജാക്ക് സൊനിയർ മാത്രമായി. ഇതുവരെയും കാത്തു സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായൊരു രഹസ്യത്തിന്റെ ഒരേ ഒരു കാവലാൾ. വിറച്ചുകൊണ്ട് അയാൾ നിവർന്നു നിന്നു. എന്തെങ്കിലും ഒരു വഴി ഞാൻ കണ്ടെത്തണം. ഗ്രാൻഡ് ഗാലറിക്കുള്ളിൽ അയാൾ കെണിയിലകപ്പെട്ടിരിക്കുകയാണ്. രഹസ്യത്തിന്റെ ദീപം കൈമാറാവുന്ന ഒരാൾ മാത്രമാണ് ഭൂമിയിലുള്ളത്. തന്റെ സമ്പന്നമായ കാരാഗൃഹത്തിന്റെ ഭിത്തികളിലേക്ക് അയാൾ നോക്കി. ലോകത്തിലെ അതിപ്രശസ്ത ചിത്രങ്ങളുടെ ഒരു ശേഖരം അയാളെ നോക്കി ചിരിക്കുന്നു, പഴയ സുഹൃത്തുക്കളെന്ന പോലെ. വേദനയിൽ പുളഞ്ഞ് തന്റെ ശക്തി അത്രയും അയാൾ സംഭരിച്ചു. തനിക്ക് മുന്നിലുള്ള സുപ്രധാന ദൗത്യത്തിന് ജീവിതത്തിൽ ബാക്കിയുള്ള ഓരോ നിമിഷവും ആവശ്യമാണെന്ന് അയാൾക്കറിയാമായിരുന്നു. അധ്യായം 1. റോബർട്ട് ലാങ്ടൺ മെല്ലെ ഉണർന്നു. ഇരുട്ടിൽ ടെലിഫോൺ ബെല്ലടിക്കുന്നു. പരിചിതമല്ലാത്ത ഒരു വൃത്തികെട്ട ശബ്ദം. കട്ടിലിനരികിലെ ലൈറ്റിനായി അയാൾ പരതി സ്വിച്ചിട്ടു. പരിസരമാകെ ഒന്ന് നോക്കി. ഒരു ഗംഭീരൻ നവോത്ഥാനകാല കിടപ്പറ. ലൂയി 16 ഫർണിച്ചർ. ചുവരുകളിൽ ഫ്രെസ്കോകൾ. മഹാഗണിയിൽ തീർത്ത ഭീമാകാരമായ കട്ടിൽ. ഞാനേതു നശിച്ച സ്ഥലത്താണ്. കട്ടിലിന്റെ തൂണിൽ ഞാന്നുകിടന്ന സ്നാനവസ്ത്രത്തിലെ ലേബലിൽ ഹോട്ടൽ റിറ്റ്സ് പാരീസ് എന്ന് എഴുതിയിരുന്നു. സംഗതികൾ മെല്ലെ വ്യക്തമായി തുടങ്ങി. ലാങ്ടൺ റിസീവർ എടുത്തു. ഹലോ മോൺസ്യൂ ലാങ്ടൺ. ഒരു പുരുഷ ശബ്ദം. ഞാൻ താങ്കളുടെ ഉറക്കത്തിന് തടസ്സമുണ്ടാക്കിയില്ലെന്ന് കരുതട്ടെ. കണ്ണു തിരുമ്മിക്കൊണ്ട് ലാങ്ടൺ കിടക്കക്കരികിലെ ക്ലോക്കിൽ നോക്കി. സമയം രാത്രി 12:32. 1 മണിക്കൂറേ ഉറങ്ങിയുള്ളൂ. എന്നിട്ടും ശവം പോലെ. ഇത് കെയർടേക്കറാണ്. ശല്യപ്പെടുത്തിയതിന് ക്ഷമിക്കണം. അങ്ങേക്കൊരു സന്ദർശകനുണ്ട്. വളരെ അത്യാവശ്യമായി കാണണമെന്ന് അയാൾ നിർബന്ധം പിടിക്കുന്നു. ലാങ്ടൺ ആകെ ഒരു വല്ലായ്മ. സന്ദർശകനോ? കിടക്കക്കരികിലെ മേശയിൽ കിടന്ന ചുക്കിച്ചുളിഞ്ഞ ഒരു ക്ഷണക്കത്തിൽ അയാളുടെ ദൃഷ്ടി പതിഞ്ഞു. പാരീസിലെ അമേരിക്കൻ സർവകലാശാല അഭിമാനപൂർവ്വം അവതരിപ്പിക്കുന്നു. ഹാർവാർഡ് സർവകലാശാലയിലെ മതചിഹ്നശാസ്ത്ര പ്രൊഫസർ റോബർട്ട് ലാങ്ടണുമൊത്ത് ഒരു സായാഹ്നം. ലാങ്ടൺ ഒന്ന് ഞരങ്ങി. ഇന്നത്തെ പ്രഭാഷണം ഷാത്രെ കത്തീഡ്രലിലെ കല്ലുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ക്രൈസ്തവ ചിഹ്നങ്ങളെക്കുറിച്ചുള്ള സ്ലൈഡ് പ്രദർശനം. സദസ്സിലെ ചില സത്യവിശ്വാസികളെ തീർച്ചയായും ചൊടിപ്പിച്ചിരിക്കണം. ഏതെങ്കിലും മതപണ്ഡിതൻ വഴക്കിന് വന്നതാവാം. ക്ഷമിക്കണം, ലാങ്ടൺ പറഞ്ഞു. ഞാൻ വളരെ ക്ഷീണിതനാണ്. പോരാഞ്ഞ്. പക്ഷേ സാർ, പെട്ടെന്ന് ശബ്ദം താഴ്ത്തി കെയർടേക്കർ പറഞ്ഞു, നിങ്ങളുടെ അതിഥി ഒരു പ്രമുഖ വ്യക്തിയാണ്.
ലാങ്ടണ് സംശയം തോന്നിയില്ല. മതപരമായ ചിത്രങ്ങളും ആരാധനാ ചിഹ്നശാസ്ത്രവും സംബന്ധിച്ച തന്റെ പുസ്തകങ്ങളിലൂടെ അയാൾ കലാലോകത്ത് ആഗ്രഹിക്കാതെ തന്നെ പ്രസിദ്ധി നേടിയിരുന്നു. കഴിഞ്ഞ വർഷമാണെങ്കിൽ ഏറെ പ്രചുരമായ വത്തിക്കാൻ സംഭവത്തിലൂടെ പ്രസിദ്ധി 100 ഇരട്ടി വർദ്ധിച്ചു. അതിൽ പിന്നെ അദ്ദേഹത്തെ കാണാൻ താൻ പ്രമാണിത്തമുള്ള ചരിത്രകാരന്മാരുടെയും കലാപ്രേമികളുടെയും അന്തമില്ലാത്ത ഒഴുക്കാണ്. പരമാവധി വിനയം സൂക്ഷിച്ച് ലാങ്ടൺ പറഞ്ഞു, ബുദ്ധിമുട്ടാവില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേരും നമ്പറും ഒന്ന് കുറിച്ചെടുക്കാമോ? ഞാൻ ചൊവ്വാഴ്ച പാരീസ് വിടും മുമ്പ് അദ്ദേഹവുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുമെന്നും പറയണം. നന്ദി. കെയർടേക്കർ മറുത്ത് എന്തെങ്കിലും പറയും മുമ്പ് ലാങ്ടൺ ഫോൺ വെച്ചു. ലാങ്ടൺ എഴുന്നേറ്റിരുന്നു. കിടക്കിക്കരികിലെ ഗസ്റ്റ് റിലേഷൻസ് ഹാൻഡ് ബുക്കിന്റെ പുറംചട്ടയിൽ നോക്കി പുരികം ചൊളിച്ചു. അതിന്മേൽ എഴുതിയിരിക്കുന്നു, വിളക്കുകളുടെ നഗരത്തിൽ ഒരു കുഞ്ഞിനെ പോലെ ഉറങ്ങുക, പാരീസിലെ റിറ്റ്സിൽ ഉറങ്ങുക. തിരിഞ്ഞ് ക്ഷീണത്തോടെ കണ്ണാടിയിലേക്ക് നോക്കി. അതിൽ നിന്ന് അയാളെ തുറച്ചു നോക്കിയത് ഒരു അപരിചിതനാണ്, മുഷിഞ്ഞ് തളർന്ന ഒരാൾ. റോബർട്ട്, താങ്കൾക്ക് വിശ്രമാവധി ആവശ്യമാണ്. പോയ വർഷത്തെ തിരക്ക് അയാളെ ഒരു പരുവമാക്കിയിരുന്നു. എന്നാൽ അതിന്റെ തെളിവ് കണ്ണാടിയിൽ കണ്ടത് അത്ര ഇഷ്ടമായില്ല. സാധാരണ തെളിഞ്ഞ നീലക്കണ്ണുകൾ ഇപ്പോൾ മങ്ങി വരണ്ടിരിക്കുന്നു. നുണക്കുഴിയിലും താടിയിലുമൊക്കെ നിറയെ കുറ്റിരോമങ്ങൾ. നെറ്റിത്തടത്തിനു ചുറ്റുമായി പടർന്നിരുന്ന ചാരനിറം മുടികൾക്കിടയിലേക്കും നീങ്ങിയിട്ടുണ്ട്. അത് ഭംഗി കൂട്ടിയതേ ഉള്ളെന്ന് വനിതകളായ സഹപ്രവർത്തകർ പറഞ്ഞെങ്കിലും വാസ്തവം എന്താണെന്ന് ലാങ്ടൺ അറിയാമായിരുന്നു. ഇപ്പോൾ ബോസ്റ്റൺ മാഗസിൻകാർ തന്നെ കണ്ടിരുന്നെങ്കിൽ. കഴിഞ്ഞ മാസം ലാങ്ടൺ ആകെ ചമ്മല് തോന്നിയൊരു സംഭവമുണ്ടായി. ബോസ്റ്റൺ മാഗസിൻ അദ്ദേഹത്തെ നഗരത്തിലെ ഏറ്റവും താല്പര്യമുണർത്തുന്ന 10 പേരിൽ ഒരാളായി തിരഞ്ഞെടുത്തു. ഹാർവാർഡിലെ സഹപ്രവർത്തകർ അതിന്റെ പേരിൽ ഏറെ കുറുമ്പ് പറഞ്ഞു. ഈ രാത്രിയിൽ വീട്ടിൽ നിന്ന് 3000 മൈലുകൾ അകലെ കീർത്തി വീണ്ടും വേട്ടയാടാൻ പുനരവതരിച്ചിരിക്കുന്നു, പ്രഭാഷണത്തിന്റെ പേരിൽ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. പാരീസിലെ അമേരിക്കൻ സർവകലാശാലയുടെ പവലിയൻ ഡോഫിനിൽ തിങ്ങി നിറഞ്ഞ സദസ്സിനോട് ആതിഥേയെ പറഞ്ഞു, ഇന്നത്തെ നമ്മുടെ അതിഥിയെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ദി സിംബോളജി ഓഫ് ദി സീക്രട്ട് സെക്ട്സ്, ദി ആർട്ട് ഓഫ് ദി ഇലുമിനാറ്റി, ദി ലോസ്റ്റ് ലാംഗ്വേജ് ഓഫ് വീഡിയോഗ്രാംസ്. റിലീജിയസ് സൈക്കണോളജിയെക്കുറിച്ച് അദ്ദേഹം പുസ്തകം എഴുതിയെന്ന് ഞാൻ പറയുന്നത് തികച്ചും അക്ഷരാർത്ഥത്തിലാണ്. നിങ്ങളിൽ പലരും അത് ക്ലാസ്സിൽ പാഠപുസ്തകമായി ഉപയോഗിക്കുന്നുമുണ്ട്. സദസ്സിലെ വിദ്യാർത്ഥികൾ ആവേശത്തോടെ തലയാട്ടി. തികച്ചും ആകർഷകമായ ബയോഡേറ്റ പറഞ്ഞ് ഇദ്ദേഹത്തെ അവതരിപ്പിക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ വേദിയിലിരുന്ന ലാങ്ടണെ അവർ കുസൃതിയോടെ നോക്കി. സദസ്യരിൽ ഒരാൾ ഇപ്പോഴെനിക്ക് കുറച്ചുകൂടി എന്താ പറയുക, വിചിത്രമായ വിവരങ്ങൾ തന്നു. അവർ ബോസ്റ്റൺ മാഗസിന്റെ ഒരു കോപ്പി ഉയർത്തിക്കാട്ടി. ലാങ്ടൺ ആകെ ചമ്മി. ഈ നാശം ഇവർക്ക് എവിടുന്ന് കിട്ടി? മാസികയിലെ ലേഖനത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ അവർ വായിച്ചു തുടങ്ങിയപ്പോൾ ലാങ്ടൺ താൻ കസേരയിൽ താഴേക്ക് പോകുകയാണെന്ന് തോന്നി. 30 സെക്കൻഡായപ്പോൾ സദസ്സ് ചിരി തുടങ്ങി. ആ സ്ത്രീക്കാണെങ്കിൽ വായന നിർത്താൻ ഒരു ഭാവവുമില്ല. കഴിഞ്ഞ വർഷം വത്തിക്കാനിൽ നടന്ന സമ്മേളനത്തിൽ തനിക്കുണ്ടായിരുന്ന അസാധാരണമായ പങ്കിനെക്കുറിച്ച് പരസ്യമായി സംസാരിക്കുന്നതിൽ ലാങ്ടൺ കാട്ടിയ വൈമനസ്യം നമ്മുടെ ആകർഷണമാപിനിയിൽ അദ്ദേഹത്തിന് തീർച്ചയായും പോയിന്റുകൾ നേടിക്കൊടുത്തു. ആതിഥേയ സദസ്സിനെ ആവേശം കൊള്ളിക്കുകയാണ്. ഇനിയും കേൾക്കണോ? സദസ്യർ കൈയടിച്ചു. ആരെങ്കിലും ഇവരെ ഒന്ന് തടയൂ. അവർ വീണ്ടും ലേഖനത്തിലേക്ക് കടന്നപ്പോൾ ലാങ്ടൺ മനസ്സിൽ യാചിച്ചു, നമ്മുടെ അവാർഡ് ജേതാക്കളിലെ ചില ചെറുപ്പക്കാരെ പോലെ സുമുഖനെന്ന് പറയാനാവില്ലെങ്കിലും 40 കഴിഞ്ഞ ഈ വിചക്ഷണന്റെ പാണ്ഡിത്യം അപാരമാണ്. ആരെയും പിടിച്ചിരുത്തുന്ന ഇദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിന് തിലകക്കുറിയാവുന്നത് അസാധാരണമായി താഴ്ന്നതും ഗാംഭീര്യമുള്ളതുമായ ശബ്ദമാണ്. പെൺകുട്ടികൾ അതിനെ കാതിന് മധുരം എന്ന് വിശേഷിപ്പിക്കുന്നു. ഹാളിലാകെ ചിരിയായി. ലാങ്ടൺ ബന്ധപ്പെട്ടൊരു ചമ്മിയെ ചിരിച്ചിരിച്ചു. ലേഖനത്തിൽ അടുത്തെന്താണ് വരാൻ പോകുന്നതെന്ന് അയാൾക്കറിയാം. ഹാരിസ്റ്റ്യൂഡ് അണിഞ്ഞ ഹാരിസൺ ഫോർഡ് എന്നൊരു അസംബന്ധ വാചകം. പോരാഞ്ഞ് ഈ സായാഹ്നത്തിൽ ഹാരിസ്റ്റ്യൂഡും ബർബറി ടേർട്ടിൽനെക്കും ധരിക്കുന്നതാണ് ഉചിതമെന്ന് തോന്നിയിരുന്നു. അപ്പോൾ ഇനി അടങ്ങിയിരിക്കാനാവില്ല. എഴുന്നേറ്റ് അവരെ പ്രസംഗപീഠത്തിൽ നിന്ന് നീക്കിക്കൊണ്ട് ലാങ്ടൺ പറഞ്ഞു, നന്ദി. ബോസ്റ്റൺ മാഗസിന് ഭാവന എഴുതാൻ അസാമാന്യ കഴിവാണ്. ജാള്യഭാവത്തോടെ അദ്ദേഹം സദസ്സിലേക്ക് തിരിഞ്ഞു. ആ ലേഖനം നിങ്ങളിൽ ആരാണ് കൊടുത്തതെന്ന് കണ്ടുപിടിച്ചാൽ കോൺസുലേറ്റിനെ കൊണ്ട് അയാളെ ഞാൻ നാട്ടിലേക്ക് മടക്കി അയക്കും. സദസ്സ് ചിരിച്ചു. സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയാവുന്നതുപോലെ
ഞാനിന്നിവിടെ ചിഹ്നങ്ങളുടെ ശക്തിയെക്കുറിച്ചാണ് സംസാരിക്കുക. ഹോട്ടൽ മുറിയിലെ ഫോണിന്റെ മണിയടി ഒരിക്കൽ കൂടി നിശബ്ദതയെ ഭഞ്ജിച്ചു. അവിശ്വാസം കലർന്ന ഞരക്കത്തോടെ ലാങ്ഡൺ ഫോൺ എടുത്തു. യെസ്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ കെയർടേക്കർ. മിസ്റ്റർ ലാങ്ഡൺ, ഞാൻ വീണ്ടും ക്ഷമ ചോദിക്കുന്നു. ആ അതിഥി നിങ്ങളുടെ മുറിയിലേക്ക് വരുന്നുണ്ട്. അത് നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി. ലാങ്ഡന്റെ ഉറക്കമെല്ലാം പോയി. നിങ്ങൾ എൻ്റെ മുറിയിലേക്ക് ആരെയോ അയച്ചു വന്നു? എന്നോട് ക്ഷമിക്കണം. അദ്ദേഹത്തെ പോലൊരാളെ തടയാനുള്ള അധികാരം എനിക്കില്ല. അയാൾ ശരിക്കും ആരാണ്? കെയർടേക്കർ ഫോൺ വെച്ചിരുന്നു. ഏതാണ്ട് അപ്പോൾ തന്നെ ഒരു കനത്ത മുഷ്ടി കതകിലിടിച്ചു. എന്തു ചെയ്യണമെന്നറിയാതെ ലാങ്ഡൺ കട്ടിലിൽ നിന്ന് ഊർന്നിറങ്ങി കാൽപാദം ചവിട്ടുമെത്തയിൽ അമർത്തി. നിശാവസ്ത്രം എടുത്തണിഞ്ഞ് കതകിനടുത്തേക്ക് നീങ്ങി. ആരാണത്? മിസ്റ്റർ ലാങ്ഡൺ, എനിക്ക് നിങ്ങളോട് സംസാരിക്കണം. കലർപ്പുള്ള ഇംഗ്ലീഷ്, കൂർത്ത അധികാര ചുവയുള്ള കുര. എൻ്റെ പേര് ലഫ്റ്റനന്റ് ജെറം കോളെ, സെൻട്രൽ ജുഡീഷ്യൽ പോലീസ് ഡയറക്ടറേറ്റിൽ നിന്നാണ്. ലാങ്ഡൺ ഒരു നിമിഷം നിന്നു. ജുഡീഷ്യൽ പോലീസ്? DCPJ? US-ലെ FBI-ക്ക് ഏകദേശം സമാനമാണ്. സെക്യൂരിറ്റി ചെയിൻ ഇട്ടുകൊണ്ട് ലാങ്ഡൺ കഥ അല്പം തുറന്നു. അയാളെ തുറച്ചു നോക്കിയ മുഖം ലോലവും വിളറിയതുമായിരുന്നു. വല്ലാതെ മെലിഞ്ഞ മനുഷ്യൻ. ഔദ്യോഗികമെന്ന് തോന്നിക്കുന്ന നീല യൂണിഫോമാണ് വേഷം. എനിക്കകത്തേക്ക് വരാമോ? പോലീസുകാരൻ ചോദിച്ചു. ലാങ്ഡൺ ഒന്നറച്ചു. ഒരു നിശ്ചയവുമില്ല. അപരിചിതന്റെ മഞ്ഞളിച്ച കണ്ണുകൾ അയാളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. എന്താ കാര്യം? എന്റെ ക്യാപ്റ്റന് ഒരു സ്വകാര്യ വിഷയത്തിൽ നിങ്ങളുടെ വിദഗ്ധ സഹായം വേണം. ഇപ്പോഴോ? ലാങ്ഡൺ ചോദിച്ചു. അർദ്ധരാത്രി കഴിഞ്ഞിരിക്കുന്നു. ലൂവ്ർ മ്യൂസിയത്തിന്റെ ക്യൂറേറ്ററുമായി നിങ്ങൾ ഇന്ന് കൂടിക്കാണാൻ നിശ്ചയിച്ചിരുന്നു എന്നത് ശരിയാണോ? ലാങ്ഡണ് പെട്ടെന്നൊരു വല്ലായ്മ തോന്നി. ഇന്നത്തെ പ്രഭാഷണത്തിന് ശേഷം താനും ആദരണീയനായ ക്യൂറേറ്റർ ജാക്ക് സുനിയറുമായി ഒന്ന് കൂടാൻ തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ സുനിയർ വന്നില്ല. ശരിയാണ്. നിങ്ങളതെങ്ങനെ അറിഞ്ഞു? അദ്ദേഹത്തിന്റെ ദിനസരിയിൽ നിങ്ങളുടെ പേര് കണ്ടു. എന്തെങ്കിലും കുഴപ്പം? പോലീസുകാരൻ ദീർഘശ്വാസം വിട്ടു. ഒരു പോളറോയിഡ് ഫോട്ടോ കതകിന്റെ വിടവിലൂടെ നീട്ടി. ഫോട്ടോ കണ്ടപ്പോൾ ലാങ്ഡൺ അടിമുടി മരവിച്ചുപോയി. ഈ ഫോട്ടോ എടുത്തിട്ട് 1 മണിക്കൂർ പോലും ആയിട്ടില്ല. ലൂവറിനുള്ളിലാണ്. ബീഭത്സമായ ചിത്രത്തിൽ നോക്കിയപ്പോഴുണ്ടായ അറപ്പും ഞടുക്കവും ദേഷ്യത്തിന്റെ തിരത്തളലിന് വഴിമാറി. ആരായിരിക്കും ഇത് ചെയ്തത്? ചിഹ്നശാസ്ത്രത്തിൽ താങ്കൾക്കുള്ള പരിജ്ഞാനവും അദ്ദേഹത്തെ കാണാൻ പദ്ധതിയിട്ടിരുന്നതും പരിഗണിക്കുമ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ താങ്കൾ സഹായിക്കുമെന്നാണ് ഞങ്ങൾ കരുതിയത്. ലാങ്ഡൺ ചിത്രത്തിലേക്ക് തുറച്ചു നോക്കി ഭീതിയോടെ. ആ ചിത്രം ഭീകരവും അതിവിചിത്രവുമായിരുന്നു. അത് മുമ്പത്തെ ഒരു സംഭവത്തിന്റെ വിഷമിപ്പിക്കുന്ന തോന്നൽ ഉണർത്തി. കഷ്ടിച്ച് 1 വർഷം മുമ്പായിരിക്കണം ലാങ്ഡൺ ഒരു മൃതശരീരത്തിന്റെ ചിത്രവും ഇത്തരത്തിലൊരു സഹായ അഭ്യർത്ഥനയും ലഭിച്ചു. 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വത്തിക്കാനിൽ വെച്ച് ജീവൻ പോകുന്ന സ്ഥിതിയെത്തി. ഈ ഫോട്ടോ തികച്ചും വ്യത്യസ്തമാണ്. എങ്കിലും സാഹചര്യത്തിന് അസ്വസ്ഥജന്യമായൊരു സാമ്യം. പോലീസുകാരൻ തന്റെ വാച്ചിൽ നോക്കി. സാർ, എന്റെ ക്യാപ്റ്റൻ കാത്തിരിക്കുന്നു. ലാങ്ഡൺ അത് വ്യക്തമായി കേട്ടില്ല. അയാളുടെ കണ്ണുകൾ അപ്പോഴും ചിത്രത്തിൽ ഉടക്കി കിടക്കുകയായിരുന്നു. ഇവിടെ ഈ ചിഹ്നവും അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ അതിവിചിത്രമായ കിടപ്പും മുഴുമിപ്പിച്ചത് പോലീസുകാരനാണ്. ലാങ്ഡൺ തലയാട്ടി. ഇങ്ങനെ ആരെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് സങ്കല്പിക്കാനാവുന്നില്ല. പോലീസുകാരൻ ഗൗരവം വിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലാവില്ല മിസ്റ്റർ ലാങ്ഡൺ. നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത്... അയാളൊന്ന് നിർത്തി. മിസ്റ്റർ സുനിയർ ഇത് സ്വയം ചെയ്തതാണ്. അധ്യായം 2. 1 മൈൽ ദൂരെ സൈലാസ് എന്ന പേരുള്ള കോലം കെട്ട വിളമ്പൻ റൂല ബ്രൂയിറിലെ ആഡംബര വസതിയുടെ മുൻവശത്തെ ഗേറ്റിലൂടെ ഞൊണ്ടി അകത്തേക്ക് കയറി. തുടയിൽ ധരിച്ചിരുന്ന മുൾച്ചങ്ങല ദശയിലേക്ക് ആഴ്ന്നിറങ്ങിയിരുന്നു. അപ്പോഴും അയാളുടെ ആത്മാവ് ദൈവസേവയുടെ സംതൃപ്തിയിൽ തുടിച്ചു. വേദന നല്ലതാണ്. വസതിയിൽ കടന്നപാടെ സ്വീകരണ മുറിയിലാക്കി അയാൾ കണ്ണോടിച്ചു. ശൂന്യം. ശബ്ദമുണ്ടാക്കാതെ പടികൾ കയറി. സഹവാസികളെ ഉണർത്തരുത്. അയാളുടെ കിടപ്പുമുറി തുറന്നാണ് കിടന്നത്. ഇവിടെ പോട്ടുകൾ അനുവദിച്ചിരുന്നില്ല. മുറിയിൽ കയറി അയാൾ വാതിലടച്ചു. മരപ്പലക കൊണ്ടുള്ള തറ, പൈൻ തടിയിൽ തീർത്ത ഡ്രസ്സിംഗ് മേശ, കിടക്കയായി ഉപയോഗിക്കാവുന്ന ക്യാൻവാസ് ചവുക്കാളം,
തീർത്തും ലളിതമായിരുന്നു മുറി. അയാൾ ഈ ആഴ്ച ഇവിടെ സന്ദർശകൻ മാത്രമാണ്. എന്നാൽ വർഷങ്ങളായി ന്യൂയോർക്ക് നഗരത്തിൽ ഇതേപോലെ ഒരു സംവിധാനത്തിന് ഭാഗ്യമുണ്ട്. ദൈവം എനിക്ക് അഭയവും എൻ്റെ ജീവിതത്തിന് ലക്ഷ്യവും നൽകിയിരിക്കുന്നു. ഒടുവിൽ ഈ രാത്രിയിൽ സൈലാസിന് തോന്നി തുടങ്ങി താൻ കടങ്ങൾ വീട്ടാൻ തുടങ്ങിയിരിക്കുന്നു. ഡ്രസ്സിംഗ് മേശയുടെ അടുത്തേക്ക് തിടുക്കത്തിൽ നീങ്ങി താഴത്തെ വലിപ്പിൽ സൂക്ഷിച്ചിരുന്ന സെൽഫോൺ എടുത്ത് ഒരു നമ്പർ ഡയൽ ചെയ്തു. യെസ്, പുരുഷ ശബ്ദമാണ്. ഗുരു, ഞാൻ മടങ്ങിയെത്തി. പറയൂ, ശബ്ദം ആജ്ഞാപിച്ചു. കേൾക്കാൻ താല്പര്യമുണ്ടെന്ന മട്ടിൽ. 4 പോയി. 3 സെനഷോകളും ഗ്രാൻഡ് മാസ്റ്റർ തന്നെയും. അങ്ങേ തലക്കിൽ പ്രാർത്ഥിക്കാനെന്നോണം ഒരു നിമിഷത്തെ മൗനം. അപ്പോൾ ആവശ്യമായ വിവരം നിന്റെ പക്കലുണ്ടെന്ന് കരുതാം. 4 പേരും ഒന്ന് തന്നെ പറഞ്ഞു, വെവ്വേറെ. നീ അത് വിശ്വസിച്ചു? യാദൃശ്ചികം എന്ന് കരുതാൻ തക്കതല്ലായിരുന്നു അവരുടെ പൊരുത്തം. ആവേശഭരിതമായിരുന്നു വിശ്വാസം. നന്നായി. രഹസ്യം സൂക്ഷിക്കാൻ ആ സംഘത്തിനുള്ള കഴിവ് തന്നെ ജയിക്കുമെന്ന് ഞാൻ ഭയന്നു. മരണഭീതി ശക്തമായൊരു പ്രേരകമാണ്. അപ്പോൾ എനിക്കറിയേണ്ട കാര്യങ്ങൾ നീ പറയൂ. തന്റെ ഇരകളിൽ നിന്ന് ചോർത്തിയെടുത്ത വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണെന്ന് സൈലാസിന് അറിയാമായിരുന്നു. ഗുരു, 4 പേരും ആണിക്കല്ലിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. അങ്ങേ തലക്കിൽ ശ്വാസമെടുപ്പിന് വേഗം കൂടുന്നത് ഫോണിൽ കൂടി സൈലാസിന് വ്യക്തമായി കേൾക്കാം. ഗുരു ആവേശത്തിലാണ്. ആണിക്കല്ല്? ശരിക്കും നമ്മൾ സംശയിച്ചതുപോലെ തന്നെ. കഥ ഇങ്ങനെയാണ്. ആ സംഘം ഒരു ശിലാഫലകമുണ്ടാക്കി, ഒരു ആണിക്കല്ല്. സംഘത്തിന്റെ ഏറ്റവും മഹത്തായ രഹസ്യം എവിടെ കുടികൊള്ളുന്നുവെന്ന് ഇതിൽ രേഖപ്പെടുത്തി. ആ വിവരം അതിപ്രധാനമായിരുന്നു. ഈ സംഘം തന്നെ അതിന്റെ സൂക്ഷിപ്പ് ഉദ്ദേശിച്ചുള്ളതായിരുന്നു. ആണിക്കല്ല് കരഗതമാവുന്നതോടെ നമ്മൾ ഒരു പടി മാത്രം അകലെയായിരിക്കും. അങ്ങ് കരുതുന്നതിനേക്കാൾ അടുത്താണ് നമ്മൾ. ആണിക്കല്ല് ഇവിടെ പാരീസിലുണ്ട്. പാരീസിലോ? അവിശ്വസനീയം. എങ്കിൽ സംഗതി വളരെ എളുപ്പമായി. വൈകുന്നേരത്തെ സംഭവങ്ങൾ സൈലാസ് വിവരിച്ചു. 4 ഇരകളും എങ്ങനെ മരണത്തിന് നിമിഷങ്ങൾക്ക് മുമ്പ് രഹസ്യം വെളിപ്പെടുത്തി തങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ കിണഞ്ഞു ശ്രമിച്ചു എന്നത്. 4 പേരും സൈലാസിനോട് ഒരേ കാര്യം തന്നെ പറഞ്ഞു. പാരീസിലെ ഒരു പുരാതന ദേവാലയത്തിൽ സെയിന്റ് സൾപ്പിസിൽ കൃത്യമായ സ്ഥലത്താണ് അതിവിദഗ്ധമായി ആണിക്കല്ല് ഒളിച്ചു വെച്ചിരിക്കുന്നത്. ഒരു ദേവാലയത്തിലോ? ഗുരു ചോദിച്ചു. അവർ നമ്മളെ പരിഹസിക്കുന്ന രീതികൾ. നൂറ്റാണ്ടുകളായി അതാണല്ലോ ചെയ്യുന്നത്. ആവേശമടക്കാനെന്നോണം ഗുരു മൗനം ഭജിച്ചു. ഒടുവിൽ പറഞ്ഞു, നീ ദൈവത്തിന് വലിയൊരു സേവനം ചെയ്തിരിക്കുന്നു. ഇതിനായി നാം നൂറ്റാണ്ടുകളായി കാത്തിരിക്കുകയായിരുന്നു. നീ എനിക്കായി ആ കല്ല് നേടിയെടുക്കണം, ഉടനെ, ഈ രാത്രിയിൽ. അതിന്റെ മൂല്യം നിനക്കറിയാമല്ലോ. അത് അമൂല്യമാണെന്ന് സൈലാസിന് അറിയാം. എങ്കിലും ഗുരു ഇപ്പോൾ ആവശ്യപ്പെടുന്നത് അസാധ്യമായി തോന്നി. ആ ദേവാലയം, അതൊരു കോട്ടയാണ്. പ്രത്യേകിച്ച് രാത്രിയിൽ. ഞാൻ എങ്ങനെ അതിനുള്ളിൽ കടക്കും? എന്താണ് ചെയ്യേണ്ടതെന്ന് ഗുരു വിശദീകരിച്ചു. ആ ഉറച്ച ശബ്ദം അതീവ സ്വാധീന ശക്തിയുള്ളതായിരുന്നു.